ലഘുനാടകം മുത്തശ്ശനും അമ്മയും പിന്നെ അപ്പു. സംവിധാനം ശ്രീ സഞ്ജു തോമസ്. ഞാൻ ശരിയാക്കി മൊത്തം മണ്ണാക്കി അയ്യോ അച്ഛാ, എന്തെങ്കിലും പറ്റിയോ അച്ഛാ? ഇല്ല മക്കളെ, എനിക്കൊന്നും പറ്റിയില്ല. എനിക്ക് പൊട്ടിയെന്ന് തോന്നുന്നു. പൊട്ടിയോ? അയ്യോ, ഇത് പൊട്ടിച്ച്. എന്താ അച്ഛാ? മക്കളെ, ഒട്ടിക്കാൻ പറ്റുന്നതാണ് അച്ഛൻ ഒട്ടിച്ചു തരാം. പിന്നെ ഒട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒട്ടിച്ചു തരാം. എന്റെ അച്ഛൻ ഈ കാല് വയ്യാണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പാടുണ്ടോ? അത് മോളെ, കാല് സ്ലിപ്പായി വീഴാൻ പോയപ്പോ പൊട്ടിയല്ലേ. ഇനി എന്നാ ചെയ്യാനാ? ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അച്ഛൻ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്നെ വിളിച്ചാ പോരെ, ഞാൻ ചെയ്തു തരത്തില്ലേ? അത് മക്കളെ, ഞാൻ കൊറേ തവണ വിളിച്ചതാ. എപ്പോഴാ അച്ഛനെ വിളിച്ചേ? അയ്യോ, ഞാൻ കൊറേ തവണ വിളിച്ചതാ. ഞാൻ കേട്ടില്ലല്ലോ. അത് മോള് കേൾക്കാത്തോണ്ട് മോള് വല്ല ജോലി തിരക്കിലാവും. ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ അച്ഛന്
വല്ലതും എടുക്കാൻ പോയത്. ഓ, ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചപ്പം പെരട്ടി പണിയിൽ നിന്നിട്ട് ഓ ഇവിടെ കാണാൻ വന്നിരിക്കും. മക്കളതവിടെ ഇട്ട് അച്ഛൻ തൂത്തോളാം. ഉയ്യോ വേണ്ടേ, ഇനി എനിക്ക് പണി തരാതെ അകത്തെങ്ങാനും പോയി അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കും. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. എന്ത് പറ്റും മുത്തശ്ശ? ഏയ് ഒന്നുമില്ല മക്കളെ. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ. അതെ, മുത്തശ്ശന്റെ കണ്ണിൽ ഒരു പൊടി കയറിയാണ്. മക്കള് പോയി കളിച്ച. മുത്തശ്ശനിരിക്കും. മുത്തശ്ശനമ്മ വഴക്ക് പറഞ്ഞല്ലേ? ഏയ് ഇല്ല മക്കളെ. ഞാൻ കേട്ടായിരുന്നു. കേട്ടായിരുന്നല്ലേ? അമ്മ എപ്പോഴും എങ്ങനെയാ മുത്തശ്ശ അപ്പൂന് വെറുതെ വഴക്ക് പറയും? അപ്പോ കുരുത്തക്കേട് കാണിക്കണോണ്ടല്ലേടാ അമ്മ നിന്നെ വഴക്ക് പറയാറ്. ആ, ശരിയാ. പക്ഷേ മുത്തശ്ശനത് കുരുത്തക്കേട് കാണിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ എപ്പോഴും മുത്തശ്ശനോട് വഴക്ക് പറയുന്നേ? അപ്പു ഓ, ഇന്ന് ഓട്സ് ആന്നോ? എരിവും ഇല്ല പുളിയും ഇല്ല. ഇതെന്തുവാ ഇത്? മതിയോ അപ്പു? മാമന്റെ മതി. എന്നാടാ ഇഡ്ഡലിയാണോ? ആ, മുത്തശ്ശനാണോ? അത് ചട്നിയൊക്കെ ഉണ്ട്. മക്കളെ, ഇന്ന് എനിക്ക് ഓട്സ് വേണ്ട. നീ എനിക്ക് 2 ഇഡ്ഡലി ഇങ്ങെടുത്ത്. പെട്ടെന്നാവട്ടെ. എന്തുവാ? 2 ഇഡ്ഡലി ഇങ്ങെടുക്കാൻ. അച്ഛൻ ഇപ്പൊ ഇഡലി കഴിക്കണ്ട. ഒന്നാമതേ ഷുഗറാ. എങ്ങാനും കൂടിപ്പോയി വീണ് പോയാലേ പൊക്കിക്കൊണ്ടു പോവാൻ ആരും വിടില്ല. അതുകൊണ്ട് ഓട്സ് കഴിച്ചാ മതി. ഇല്ലാത്ത സമയത്ത് മനുഷ്യനോരോന്ന് ഉണ്ടാക്കി വെക്കുമ്പോ ഓരോരോ വേഷം കെട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണം. അല്ലാതെന്താ? അപ്പു കഴിച്ചങ്ങോട്ട്. ആമേ, അല്ലേ വയസ്സാം കാലത്ത് ഈ ഓട്സ് ഒക്കെ തന്നെ നല്ലത്. അസുഖമൊന്നും വരത്തില്ലല്ലോ. ഇതാ മുത്തശ്ശ കഴിക്ക്. അയ്യോ വേണ്ട മക്കളെ, ഇനി അവളത് അത് കണ്ടാ അത് മതി. അപ്പു അപ്പു കളി നിർത്ത്. ഹോംവർക്ക് ചെയ്യാൻ വന്നേ. അപ്പു കളി നിർത്താൻ. ദാ, നിന്നോടാ പറഞ്ഞേ കളി നിർത്തിയിട്ട് ഹോംവർക്ക് ചെയ്യാൻ വരാൻ. നിനക്കിപ്പോ ഒരു ആൻസറും ഇല്ലേ? ഇവനെ ഇന്ന് ഞാൻ അമ്മമ്മയുടെ കണ്ണു നോക്കി പോയേ. അപ്പു നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നിന്നെ ഇന്ന് ഞാൻ അമ്മ കൂടുതൽ ദേഷ്യപ്പെടുന്നത് വേണ്ട. അമ്മ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാണ്ടേ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കൂ. അപ്പു ഇന്ന് നീ എന്നോട് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ സംസാരിച്ചേ. സേ സോറി. ഇല്ല, ഞാൻ സോറി പറയില്ല. അപ്പു നിന്നോട് സോറി പറയാനാ പറഞ്ഞേ. സോറി പറയില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പു അമ്മ കിടന്ന് അലറണ്ട. ഞാൻ സോറി പറയില്ല.
അപ്പോ മൂത്തവരെ റെസ്പെക്ട് ചെയ്യാൻ നിനക്കറിയില്ലേ? അയ്യോ അമ്മ എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല, ഒന്നും കൂടി പറയോ? നീ എന്താ എന്നെ കളിയാക്കാണോ? അല്ലമ്മ പ്ലീസ്, ഞാൻ കേട്ടില്ല, പറഞ്ഞ ഒന്നും കൂടി പറ. മൂത്തവരെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാൻ നിനക്ക് അറിയില്ലേന്ന്? അത് അമ്മയ്ക്ക് അപ്പൊ അറിയാം. എന്നിട്ടാ മുത്തശ്ശിനെ റെസ്പെക്ട് ചെയ്യാത്തെ. അമ്മ ഇത്രയും മുത്തശ്ശിനോട് ദേഷ്യപ്പെട്ടിട്ടും അമ്മ ഇതുവരെയെങ്കിലും മുത്തശ്ശിനോട് സോറി പറഞ്ഞിട്ടുണ്ടോ? വാതൊന്ന് പറ അമ്മ, സോറി പറഞ്ഞിട്ടുണ്ടോന്ന്. ഇല്ല. നിനക്കാൾ എത്ര വയസ്സിന് മുതിർന്ന അമ്മ മുത്തശ്ശൻ, എന്നിട്ട് മുത്തശ്ശിനെ റെസ്പെക്ട് ചെയ്യാമല്ലോ. അമ്മയെ കണ്ടല്ലേ ഞാൻ പഠിക്കുന്നേ. ഇപ്പൊ അമ്മ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാതെ എന്നോട് റെസ്പെക്ട് ചെയ്യാൻ പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? പറ, അമ്മക്ക് എന്താ അവകാശം? I am sorry അപ്പു. മുത്തശ്ശനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നെങ്കിലും സ്നേഹമില്ലഞ്ഞിട്ടല്ല. പക്ഷെ നീ പറഞ്ഞത് ശരിയാ, റെസ്പെക്ട് ചെയ്യണം. എന്നോട് ക്ഷമിക്കപ്പോ. ഐ ആം സോറി. സോറി എന്നോടല്ല അമ്മ പറയുന്നത്, മുത്തശ്ശനോടാ. അച്ഛാ, എന്തെങ്കിലും പറ്റി വെച്ചാ? എന്താ ചെയ്ത? ഇതൊന്നുമില്ല മക്കളെ, ഇതൊരു മുട്ടായി. മുട്ടായിയോ? അത് മക്കളെ, അച്ഛനൊരു മുട്ടായി തിന്നാൻ തോന്നി. മോളോട് ചോദിച്ചാൽ തരാത്തത് കൊണ്ട് അച്ഛൻ തന്നെ എടുത്ത് കഴിച്ചതാ. ഇനി മോള് വെച്ചോ, അച്ഛനിന് വേണ്ട, മക്കളെടുത്ത് വെച്ചോ. അല്ലെങ്കിൽ ഈ വയസ്സാം കാലത്ത് മുട്ടായി തിന്നാൻ നടക്കുകയല്ലേ. അച്ഛാ, എന്നാ മക്കളെ? അച്ഛന് ഷുഗർ കൂടുമെന്ന് പേടിച്ചിട്ടല്ലേ അച്ഛാ അച്ഛന് ഞാൻ ഈ സ്വീറ്റ്സ് ഒന്നും തരാത്തെ? ഷുഗർ മക്കളെ ഇത്തിരി കൂടുതലാ, എന്നാൽ ഈ മധുരമൊക്കെ തിന്നാൻ ഒരേ കൊതി. സാരമില്ല, അച്ഛൻ നിയന്ത്രിച്ചോളാം കേട്ടോളാം. അച്ഛാ, എന്നാ മക്കളെ? എനിക്കാണോ? ഇത് ലാസ്റ്റ് തവണത്തേക്ക് നീ ഞാൻ കാണാതെ ഈ സ്വീറ്റ്സ് ഒന്നും എടുത്ത് കഴിക്കല്ലേ. അയ്യോ ഇല്ല മക്കളെ, ഇനി മോള് കാണാതെ ഒന്നും എടുത്ത് കഴിക്കത്തില്ല. മോളെ, ഇത് എവിടെ ഒരു പാത്രമുണ്ട്. അച്ഛാ, അച്ഛാ, എന്നെ മക്കളെ? സോറി അച്ഛാ. സോറിയോ? എന്നാ എന്റെ മക്കളെ സോറിയൊന്നും പറയണ്ട കേട്ടോ, സോറിയൊന്നും പറയണ്ട. മോളെ, ഇന്ന് അച്ഛനോട് സ്നേഹത്തോട് സംസാരിച്ച് അച്ഛനപ്പോ ഭയങ്കര സന്തോഷപ്പെട്ടു. മുത്തശ്ശിനെ റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചപ്പോ മുത്തശ്ശിന്റെ സന്തോഷം നോക്കി. ഈ മുത്തശ്ശിന് സങ്കടം വന്നാലും കാര്യം, സന്തോഷം വന്നാലും കാര്യം. എന്നാലേ അയ്യേ, അമ്മയും കാര്യമാണോ? എന്തിനാ കരയുന്നെ? ഒന്നുമില്ല അപ്പു, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ അമ്മ? സ്നേഹമുള്ളിടത്തെ ബഹുമാനമുള്ളൂ. സ്നേഹം അങ്ങനെയാണ്. മനുഷ്യരെ കിട്ടിയാലും കരയും, കിട്ടിയില്ലെങ്കിലും കരയും. സ്നേഹം ഒരു നോളുള്ള വികാരമാണ്. അത് മനസ്സിലാക്കി തന്നത് നീയാണപ്പോ. താങ്ക് യു. I love you, Appu.